വറുത്തരച്ച ചിക്കൻ കറി ഉണ്ടാക്കിയ ദിവസം ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ട് മറന്നുപോയ ഒരു ഐറ്റാണ് നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത്. വേറൊന്നുമല്ല, ഗീ റൈസ് ആണ്. ഗീ റൈസ് വറുത്തരച്ച ചിക്കൻ കറി കോമ്പിനേഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഗീ റൈസ് തയ്യാറാക്കാനായി ഒരു പാനിലേക്ക് കുറച്ച് നെയ്യ് അതൊന്ന് മെൽറ്റായി വരുമ്പോൾ കറിവേല, ഗ്രാമ്പു, ഉറപ്പട്ട, ഏലക്കായ, കുറച്ച് കാഷ്നട്ടും കൂടെ ചേർക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഉണക്കമുന്തിരി ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുത്താൽ എന്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് ചേർക്കാത്തത്. എന്നിട്ട് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത ശേഷം ഇതിലേക്ക് സവാള സ്ലൈസ് ചെയ്തതും ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഈ സവാള ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നവരെ ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. ഞാൻ ഈ ഒരു ഗീ റൈസ് ഇന്നലെ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചായിരുന്നു. പിന്നെ ഞാൻ മറന്നുപോയി. പിന്നീട് ഉപ്പേരി ഉണ്ടാക്കിയ ശേഷമാണ് എനിക്ക് പിന്നെ ഓർമ്മ വന്നത്. പിന്നെ ഗീ റൈസിന് ഉപ്പേരി ഒരു കോമ്പിനേഷൻ അല്ലല്ലോ, കഷ്ടപ്പെട്ട് ഉപ്പേരി ഉണ്ടാക്കിയല്ലോ എന്ന് വിചാരിച്ചിട്ട് ചോറിനെ ഉണ്ടാക്കുകയായിരുന്നു. സവാളയും ക്യാരറ്റും ഈ ഒരു പരത്തിലായി കഴിയുമ്പോൾ നമുക്കിലേക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം, അതാണ് ഇതിന്റെ കണക്ക്. ഞാനിവിടെ 2 ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് 3 ഗ്ലാസ് വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇതൊന്ന് തിളക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. തിളച്ച് കഴിയുമ്പോൾ നമ്മളിതിലേക്ക് റൈസ് ചേർത്ത് കൊടുക്കാം. ഗീ റൈസിന് എപ്പോഴും കൈമാരിയാണ് നല്ലത്. ഞാനിവിടെ ഈ ഒരു കൈമാരി അരമണിക്കൂർ കുതിർത്ത ശേഷം 2-3 തവണ വാഷ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. റൈസ് ചേർത്തൊന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് ഇതൊന്ന് ക്ലോസ് ചെയ്ത് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഏകദേശം ഒരു 10-15 മിനിറ്റ് ആയി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഗീ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇന്നലെ ഗീ റൈസിന്റെ കൂടെ വറുത്തരച്ച ചിക്കൻ കറി കഴിക്കാൻ പറ്റാത്തതിന്റെ വിഷമം മാറ്റാനായിട്ട് ഞാൻ ഇന്ന് വറുത്തരച്ച ചിക്കൻ കറി ചേർത്താണ് ലഞ്ച് കഴിച്ചിട്ടുള്ളത്. അപ്പോൾ അത്രയുള്ള ഇന്നത്തെ വീഡിയോ. ഹാപ്പി ലഞ്ച്. ബൈ.